ഹലോ, നമുക്ക് ഇന്നൊരു കഥ കേൾക്കാം. ഭയങ്കര കഥയാ. സ്വന്തം ജീവിതം കഴുതയായിട്ട് ഉപമിച്ച ഒരാളുടെ ഒരു കഥ പറച്ചില്. ഈ കഥയിലൂടെ ഈ വ്യക്തി പറയാതെ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ, കുറച്ചു നാളായിട്ട് ആളുടെ കോണ്ടന്റ് ഒക്കെ എങ്ങനെയാണ്, പറയാതെ പല കാര്യങ്ങളും ആളങ്ങ് പറയാൻ ശ്രമിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് തിരിച്ച് ആൾക്കാരെന്തെങ്കിലും ചോദിച്ചാലോ, ഇതിനൊക്കെ ഉത്തരവാദി നിങ്ങളാണ് എന്നൊരു പ്രസ്താവന. നമുക്ക് റെസ്പെക്ട് കൊടുക്കുന്നു എന്ന് മറ്റുള്ളവർ കണ്ടാലേ അവരും നമുക്ക് റെസ്പെക്ട് തരുള്ളൂ. നമുക്ക് നമ്മളോടുണ്ടാവുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത് വേറൊരാൾക്ക് നമ്മളോട് തോന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ല താത്ത. അത് താത്ത ആദ്യം മനസ്സിലാക്കണം. ഈ ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേ ഇങ്ങോട്ടും കിട്ടത്തുള്ളൂ. അല്ലാണ്ട് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ഇത് കണ്ടിട്ട് റെസ്പെക്ട് ചെയ്യണം എന്നല്ല. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതൊക്കെ പണ്ട് കാലത്താണ് സ്ത്രീകള് എന്തും സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അതിനെ കിട്ടത്തില്ല. ഇപ്പോഴത്തെ ആൾക്കാര് എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് തോന്നുമ്പോ ഇറങ്ങിപ്പോവും. അല്ലാണ്ട് പണ്ടേത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റും വെച്ചിട്ട് നമ്മുടെ എല്ലാ പെൺകുട്ടികളും നിൽക്കത്തില്ല. നിൽക്കുന്ന ആൾക്കാർ കാണും, പക്ഷെ എല്ലാവരും ആ കൂട്ടത്തിലല്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതില് അല്ലെങ്കിൽ ജനറേഷനില് ആൺകുട്ടികൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. ഉദാഹരണം വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ചേട്ടന് ഫോൺ വരികയോ അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളായിട്ട് ആൾക്കാർ വിളിക്കുകയോ അല്ലെങ്കിൽ ചുമക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചേട്ടന് ഇതുപോലെ ചുമക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ വോയിസ് എനിക്ക് വീണ്ടും റീടേക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതുപോലെ പോസ്റ്റ് ചെയ്യുമ്പം ആ ചുമയോ അല്ലെങ്കിൽ ഫോൺ കോളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളും കൂടെ കേൾക്കും. അപ്പോ ചില സമയത്ത് ഞാൻ പോലും പ്രതീക്ഷിക്കാതായിരിക്കും ചേട്ടൻ അവിടെ ഇരുന്ന് ചുമക്കുന്നേ. അപ്പൊ എനിക്ക് ദേഷ്യം വരും, ഞാൻ ചൂടാവും. അത് അറിയാവുന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നറിയുമ്പോ തന്നെ ചേട്ടൻ ഇറങ്ങി പുറത്തോട്ട് പോയിട്ട് ബാൽക്കണി നിൽക്കോ അല്ലെങ്കിൽ ടെറസിലോട്ട് കയറി പോവുകയോ ചെയ്യും. അതും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അല്ലാണ്ട് പെണ്ണുങ്ങളെ മാത്രമാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ കാലത്ത് ആൺകുട്ടികൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാണ്ട് മുന്നത്തെ കാലത്തെ പോലെ പെൺകുട്ടികൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ആണുങ്ങൾ ആണുങ്ങളുടെ വഴിക്ക് അങ്ങ് തോന്നിയ പോലെ പോവും എന്നല്ല. ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇറങ്ങി വന്നു. ഇത് തന്നെയാണ് എല്ലായിടത്തും. കൃഷിക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും അവർ ഈ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ധാന്യങ്ങളൊക്കെ അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാനും വേണ്ടിയിട്ട് ഒരു വാഹനം വേണം. അങ്ങനെ ഇരിക്കെ ഭാര്യ തീരുമാനിച്ചു, ഓക്കെ നമുക്കൊരു കഴുതനെ വാങ്ങാം. അപ്പോൾ ഈ കഴുതനെ നമ്മൾ മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഒരു കഴുതനെ വാങ്ങാനായിട്ട് ടൗണിലേക്ക് പോയി. അങ്ങനെ കഴുതനെ വാങ്ങിയിട്ട് ഇവര് തിരിച്ചു വരുന്ന സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ഒരു പെണ്ണ് വഴിയിൽ നിന്നുകൊണ്ട് ഇവരെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതൻ എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല അവർക്ക് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് ഷോക്കായി. എന്താല്ലേ, ഒരു പബ്ലിക് റൂട്ടിലൂടെ പോകുമ്പോ അവിടെ നിൽക്കുന്ന ആൾക്കാർ ചിരിക്കാം, കളിയാക്കാം, പരസ്പരം സംസാരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ അത് നമ്മളെ നോക്കിയിട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം ഉള്ളത് കൊണ്ടല്ലേ? ആണ് ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ലേഡി അവരോട് പോയി ചോദിച്ചു, ഭ്രാന്താണോ? ഈ റോഡിൽ പോകുന്ന ആൾക്കാരോടൊക്കെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നതെന്ന് പോയി ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവര് വിചാരിക്കും നിങ്ങൾക്ക് ഭ്രാന്താന്ന്. പിന്നെ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ കാണത്തുള്ളൂ. ഒരു പബ്ലിക് റോഡിൽ എത്രയോ ആൾക്കാർ കാണും. നിങ്ങൾ ഓരോരുത്തരോടും പോയി ചോദിക്കോ എന്തിനാ ചിരിക്കുന്നേ, എന്തിനാ കളിയാക്കുന്നേ, എന്തിനാ സംസാരിക്കുന്നേന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഒരു കഴുതനെ ഇത്രയും കാശൊക്കെ കൊടുത്ത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താണ് അതിനെ നടത്തി നിങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ കയറിയിട്ട് യാത്ര ചെയ്യാലോ.
ഇത്രയും ബുദ്ധിയില്ലാത്ത നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ പരിഹസിച്ച് ചിരിച്ചതാണ് എന്നവര് പറഞ്ഞു. ഇവരുടെ തീരുമാനമായിരുന്നു ഫസ്റ്റ് കഴുതന്റെ മുകളിൽ കയറണ്ട, എല്ലാവർക്കും കൂടെ നടന്നു പോവാന്നുള്ളത്. പക്ഷെ അവർ ഇയാളുടെ ചിരി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, എന്തിനാണ് ഇവര് പറയുന്നത് ശരിയാണല്ലോ, എന്നാ പിന്നെ നമുക്ക് കഴുതയുടെ പുറത്ത് കയറി യാത്ര ചെയ്യാം എന്ന് തീരുമാനിച്ചു. അല്ല ഹേ, നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുത്തല്ലോ ഇങ്ങനെ നടന്നിട്ട് പോവാന്നുള്ളത്. പിന്നെ എന്തിനാണ് ഹേ നാട്ടുകാർ ഓരോന്ന് വന്ന് പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റി നാട്ടുകാരുടെ തീരുമാനത്തിന് പോകുന്നത്? ഇതാണ് പ്രശ്നം. സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ജീവിതം ഈ വഴിക്ക് ആവുമായിരുന്നോ? ഇല്ല, നാട്ടുകാർ ഓരോന്ന് പറയും, അതിനനുസരിച്ച് തുള്ളുന്നോണ്ടാണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നത്. നാട്ടുകാരാണോ ഫാമിലി പ്ലാൻ മൊത്തം തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ എന്താ നടക്കേണ്ടത് തീരുമാനിക്കുന്നത് നാട്ടുകാരാണോ? ഫസ്റ്റ് ആ പുരുഷനാണ് അതിന്റെ മുകളിൽ കയറിയിരുന്നത്. അങ്ങനെ കുറച്ചും കൂടി ദൂരത്തിലേക്ക് പോകുന്ന സമയത്ത് വേറെ അപ്പുറത്ത് ഈ വട്ടം കൂടി ഒരു പണിയില്ലാതെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇവരെല്ലാരും കൂടെ ഇവരെ നോക്കി വീണ്ടും പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു, എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആ റോട്ടിൽ കൂടെ വേറെ ആരും പോകുന്നില്ലേ? നിങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ നിങ്ങളെ കാണുമ്പോ പരിഹസിക്കാനും ചിരിക്കാനും? വേറെ ആരും ഇല്ല? എത്രയോ മനുഷ്യന്മാര് കാണും. ഇവരടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പരിഹസിച്ച് ചിരിക്കുന്നത്, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇവൻ ഇത്രയും തണ്ടും തടിയും എല്ലാം ഉണ്ടായിട്ട് ആ കഴുതപ്പുറത്ത് കയറിയിരിക്കുന്നു, ആ ലേഡീനെ ഇവൻ നടത്തിയാണ് കൊണ്ടുപോകുന്നത്, സ്ത്രീകൾക്കല്ലേ പരിഗണന കൊടുക്കേണ്ടത്, സ്ത്രീനെയും കൂടെ കയറ്റായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോ ഇവര് ചിന്തിച്ചു, ശരിയാണല്ലോ എന്നും പറഞ്ഞിട്ട് ഭാര്യ ഭർത്താവ് അതിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഭാര്യ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. പോയടേ, ബൈ ബൈ ബൈ, കഥ പോയി. ഇങ്ങനെ നാട്ടുകാര് പറയുന്ന അനുസരിച്ച് തുള്ളാനുള്ള കഥയാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. സ്വന്തമായിട്ട് തീരുമാനവും ഇല്ല, അഭിപ്രായവും ഇല്ല, ഒരു മാങ്ങത്തോലിയും ഇല്ല. നാട്ടുകാര് ദാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാന്ന് പോകും, നാട്ടുകാര് ദേന്ന് പറഞ്ഞാൽ ദേന്ന് പോകും. എന്തോന്നടേ, സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കടേ, സ്വന്തം ജീവിതമാണടേ. ഇതിപ്പോ മുന്നോട്ട് പോകുമ്പോ വേറെ ഒരുത്തം വന്ന് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതും അതുപോലെ ചെയ്യല്ലോ. എത്തിയ സമയത്ത് അപ്പുറത്തൊരു ചായക്കടയിൽ കുറെ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ നോക്കി വീണ്ടും അവര് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ മുറുമുറുത്തുകൊണ്ടിരുന്നു. അടുത്തെത്തുമ്പോഴാണ് അവര് പറഞ്ഞത് എന്താണെന്ന് ഈ ഭാര്യയും ഭർത്താവും കേൾക്കുന്നത്. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാല്, ആ പെണ്ണിന് അഹങ്കാരമാണ്, ആ ഭർത്താവിനെ രാജാവിനെ പോലെ കൊണ്ട് നടക്കണം, അതിന് പകരം അയാളെ നിലത്ത് നടത്തിച്ചിട്ട് ഇവള് വലിയ അഹങ്കാരിയായിട്ട് ആ കഴുതപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. കഴുതപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരു പെണ്ണെന്ന് വെച്ചാൽ എപ്പോഴും ആ ഭർത്താവിന്റെ കീഴിൽ ഒരു അടിമനെ പോലെ ജീവിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർക്കും അയ്യോ ശരിയാണല്ലോ, നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഈ സ്ത്രീന്റെ കൂടെ തന്നെ ഈ ഭർത്താവും കയറി രണ്ടുപേരും കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വീണ്ടും കുറച്ച് ദൂരം എത്തിയതിനു ശേഷം ഒരു കവലയിലെത്തി. അവിടെ കുറച്ച് ആൾക്കാർ ഇതുപോലെ ദാണ്ടടേ, വീണ്ടും കവല, വീണ്ടും ആൾക്കാര്, വീണ്ടും ആൾക്കാരുടെ പരിഹാസം ചിരി. ഇത്രയും മാത്രം കവലകൾ, ഇതിനു മാത്രം ആൾക്കാരോ? കൊള്ളാലോ കഥ. ഇവർക്കൊക്കെ ഇവരുടെ ജീവിതം നോക്കി പോയാ പോരെ, നാട്ടുകാരുടെ ജീവിതം നോക്കണോ? ായിരുന്നു. അവരിവരെ കണ്ടതും തന്നെ വീണ്ടും പറയാൻ തുടങ്ങി, ഇത്രയ്ക്കും നിഷ്കരുണം ഒരു കാരുണ്യവും ഇല്ലാത്ത മനുഷ്യന്മാരാണോ ഇവര്? ഒരു കഴുതന്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള 2 പേര് കയറി ഇരിക്കുകയാണ്, ഒരിറ്റ് കാരുണ്യം പോലും ഇവർക്കില്ല, നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന രീതിയിൽ ഇവര് സംസാരിക്കാൻ തുടങ്ങി. ഇവർക്ക് സീരിയസ്ലി ആകെ ഷോക്കിംഗ് ആയിട്ട്, നമ്മൾ എന്ത് ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ, നാട്ടുകാർ പറയുന്നതും ശരിയാണല്ലോ എന്നൊരു ചിന്തയിലേക്ക് ഈ ഭാര്യ. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് പബ്ലിക്കായിട്ട് യൂട്യൂബിൽ കൊണ്ടിട്ടത്. നിങ്ങൾ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യം നിങ്ങൾ പേഴ്സണലായിട്ട് വെച്ചായിരുന്നെങ്കിൽ ഇതാരും അറിയത്തില്ല. അത് ചെയ്യാതെ പബ്ലിക്കിലേക്ക് കൊണ്ടിട്ടിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലോട്ട് അവിടുന്നും ഇവിടുന്നും കുറച്ച് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം. എന്നാ പിന്നെ നിങ്ങൾക്ക് അത് പേഴ്സണലായിട്ട് വെച്ചാൽ പോരെ? എന്തിനാ വെറുതെ ആൾക്കാരെ അറിയിക്കാൻ കൊണ്ട് വച്ചേക്കുന്നേ? നിങ്ങൾ കാണിക്കുന്നത് എന്താണോ അതാണ് ആൾക്കാർ കാണുന്നതും അതിനെ വിമർശിക്കുന്നതും, മനസ്സിലായോ? അല്ലാണ്ട് നിങ്ങള് പബ്ലിക്കില് നിങ്ങളുടെ ഒരു 30 സെക്കൻഡ് ലൈഫ് കൊണ്ടിട്ടിട്ട് നിങ്ങൾ അതിനെ വേറൊരു രീതിയിൽ വളച്ചൊടിക്കാനോ ന്യായീകരിക്കാനോ ശ്രമിക്കരുത്.
നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ്? നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ചോദ്യം ചോദിച്ചപ്പോൾ ഉള്ള ഒരു മറുപടിയാണ്, ഞങ്ങള് എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദികൾ നിങ്ങളും കൂടെയാണ്. എന്ത് തേങ്ങയ്ക്ക്! ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആദ്യത്തെ വനിതയൊന്നും അല്ല. മനസ്സിലായോ? ശരി എന്നാ. പിന്നെ സ്വന്തം ജീവിതം കഴുത എന്ന കഥയുമായിട്ട് ഉപമിച്ച നിങ്ങക്ക് ഒന്നും പറയാനില്ല.